ഹലോ ഗായ്സ്, ക്ഷമിക്കണം, നേരത്തെ വീഡിയോ എത്രയും പെട്ടെന്ന് കട്ടാക്കേണ്ട ഒരു അവസ്ഥ വന്നു. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പായി, ഞാൻ അറിഞ്ഞില്ല. ആരോ പറഞ്ഞ പോലെ നാട്ടിൽ വീട്ടുകാരെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലുള്ളത്. എല്ലാവരും ജോലി തേടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലഞ്ഞു തിരിയണം. ഞാനും അങ്ങനെ ഇവിടെ വന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നൊരു ബിൽഡിംഗ് കണ്ടോ? ഈ അമ്പരച്ചുംബികളെ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ എന്താ ഈ ബിൽഡിംഗ് എന്ന് ആലോചിക്കണ്ടോ? ഇതുപോലുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. മറ്റതെല്ലാം സിറ്റികളിൽ കൂടെ പോകുമ്പോൾ മാത്രം കാണുന്ന ബിൽഡിങ്ങാണ്. എൻ്റെ റൂം ഇതുപോലൊരു റൂമാണ്. റൂമിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഇതല്ല കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജോലി തേടി ഒരു നാട്ടിലേക്ക് വന്നു. നമ്മൾ വിചാരിക്കുന്നു ഇവിടെ ജോലി അങ്ങ് എടുത്തു വെച്ചേക്കാണ് എന്ന് വിചാരിക്കും. നമ്മൾ ഓടിച്ചാടി ഒരുപാട് സ്ഥലത്ത് പോയി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അവസാനം നിരാശരായി. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ട് ഏകദേശം 10-40 ദിവസമായിട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും അതിലൊരു വീഡിയോ ഇടണമെന്നൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചല്ല. ദിവ്യ ഫാഷൻസ് കണ്ടോ? ദിവ്യ ഫാഷൻ ഏതോ മലയാളിയുടെയാണ് തോന്നുന്നു, ആയിരിക്കും. അപ്പോൾ ഞാനങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്നോ അങ്ങനെ കാണുമെന്ന് വിചാരിച്ചല്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു യൂട്യൂബിൽ ചേട്ടൻ വന്നിട്ട് യൂട്യൂബ് ചാനൽ സിമ്പിളായിട്ട് തുടങ്ങാം, ഇത്രയേ ഉള്ളൂ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വർണ്ണിക്കണമുണ്ട്. അപ്പോൾ ഞാൻ അത്ര സിമ്പിളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഗതി സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും തുടങ്ങാവുന്നേ ഉള്ളൂ. അവിടെ മൊബൈലിൽ തന്നെ തുടങ്ങാവുന്നേ ഉള്ളൂ. ഞാൻ തന്നെ ഒരു മൈക്കും വെച്ചിട്ട് വാങ്ങിയിട്ടില്ല, ഒരു ട്രൈപോഡില്ല, ഒരു ക്യാമറ, മൊബൈലിലെ ക്യാമറയാണ്. മൊബൈലിൽ വെച്ച് തന്നെ വീഡിയോ എടുക്കുന്നു, മൊബൈലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോലി തേടി നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകാമെന്ന് വെച്ചാൽ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അതിന് ഒരുപാട് എഫേർട്ടും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിസയ്ക്കുള്ള കാശ് വേണം, വിസിറ്റ് വിസയിലാണ് വന്നത്. വിസയ്ക്കുള്ള കാശ് വേണം, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്തിയിട്ട് കാര്യമില്ല. ഇവിടുന്ന് പിന്നെ 3 മാസം ഉണ്ടെങ്കിൽ 3 മാസത്തേക്കുള്ള റൂം റെൻറ്റ് കയ്യിൽ വേണം. അതിന് ചിലവ്, ഫുഡിൻ്റെ ചിലവ്, ട്രാൻസ്പോർട്ടേഷൻ, ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ ഇൻ്റർവ്യൂവിന് അവിടെ വേണം ഇവിടെ വേണം വരാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് ഓടിച്ചെല്ലണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കയ്യിൽ കാശ് വേണം. ഈ ബസ്സിൽ തന്നെ 300 ഫിൽസാണ്. 300 ഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ ഒരു 70 രൂപ ഒരൊറ്റ ട്രിപ്പിന്. ഈ 70 രൂപയ്ക്ക് ഈ ബസ് എവിടെ വേണേൽ പോകണം, എവിടെ പോയാലും നമുക്ക് അവിടെ ഇറങ്ങും, എവിടെ വേണമെങ്കിലും പോകാം. അതായത് ഒരൊറ്റ ട്രിപ്പിന് ആ ബസ്സിൽ കയറി ആ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങണ വരെ ആ ബസ് എവിടെ നിർത്തണോ എവിടെ നിർത്തിയാലും ശരി 300 ഫിൽസ് കൊടുത്താൽ മതി. ഇനി ബസ് സ്റ്റോപ്പ് മാറിപ്പോയി അടുത്ത ബസ്സിൽ കയറണമെങ്കിൽ വീണ്ടും കൊടുക്കണം അടുത്ത 300. അതായത് ഒരു വട്ടം ബസ്സിൽ കയറിയാൽ അപ്പോൾ കൊടുക്കണം 300 പൈസ. 300 പൈസ നാട്ടിലത്തെ ശേഷം 75 പൈസയായി. 75 എന്നാലും 70 അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ ഒരു ജോലി തേടിയ സ്ഥലത്ത് ഇവിടെ വന്നു, പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. റൂമിൻ്റെ അവസ്ഥ നേരത്തെ കാണിച്ച ബിൽഡിങ് പിന്നെയും ഓക്കെയാണ്. എൻ്റെ റൂമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചുഞ്ഞി 2 റൂമാണ്. ഓരോ റൂമിലും 4 പേര് തിങ്ങി നിറഞ്ഞു നിൽക്കണേ. ഒരൊറ്റ ടോയ്ലറ്റും. അങ്ങനെ 2 റൂമുണ്ട്. 8 പേർ കൂടി ഒരൊറ്റ ടോയ്ലറ്റാണ്. 8 പേർ കൂടി ഒറ്റ ടോയ്ലറ്റ് ആണെങ്കിലും അതിലെല്ലാവരും ഈ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാമെന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാനിയുണ്ട്, ബംഗാളിയുണ്ട്, മലയാളിയുണ്ട്, ഒരു തമിഴനുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി മിക്സ്ഡാണ്. അങ്ങനെ 2 റൂമിലായിട്ട് 8 പേരും ഒറ്റ ടോയ്ലറ്റായിട്ട്. വല്ലാത്തൊരവസ്ഥയാണ് റൂമിൻ്റെ അവസ്ഥയൊക്കെ. റൂമിൻ്റെ വീടൊക്കെ കാണിച്ചാൽ പിന്നെ ഇപ്പോഴേ ഇതിനകത്ത് ആരും വന്ന് നോക്കില്ല. അതുകൂടി കാണിച്ചൊരു മനുഷ്യൻ നോക്കാനുണ്ടാവില്ല. തിരിച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഉള്ളൊരു വീഡിയോ ഉണ്ട്. അത് ഇന്ന് പോയ ഇൻ്റർവ്യൂ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല പോസിറ്റീവായിട്ടാണ് നീങ്ങുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ കാര്യങ്ങളെ കുറച്ചുകൂടി മിച്ചതായിട്ട് പറയാം. ഓക്കെ, കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയില്ല, കാരണം സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഞാൻ തോന്നില്ല. വെറുതെ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് വെറുതെ ഇനി നിങ്ങളുടെ വായിലൂടെ ഞാൻ കേൾക്കണോ? എനിവേ, പ്രാർത്ഥിക്കൂ. താങ്ക് യു ഫോർ ഓൾ. ബൈ.